മരണശേഷവും ഇവിടെ തന്നെ നിലനിൽക്കണം എന്ന മകൻ്റെ ആഗ്രഹം നടപ്പിലാക്കാൻ ശവശരീരം മറവ് ചെയ്യാതെ മാസങ്ങളോളം കാത്തു സൂക്ഷിച്ചു വെച്ച ഒരു അമ്മയുടെ കഥയാണ് ഡിയസ് ഇറ പറയുന്നത്. സിനിമയിലെ ഹൊറർ ഫാക്ടറുകൾ മാറ്റി നിർത്തിയാൽ സിനിമ ആരംഭിക്കുന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന കാർഡ് കാണിച്ചുകൊണ്ടാണ്. ഡിയസ് ഇറയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ സംഭവം ഒന്നല്ല, കൃത്യമായ ആചാരങ്ങളോ രീതികളോ പാലിച്ച് ശവശരീരങ്ങൾ മറവ് ചെയ്യാതെ മരണപ്പെട്ടവർ തിരികെ വരുമെന്നും അവരുടെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല എന്നുമൊക്കെ കരുതി പല രീതിയിൽ ശവശരീരത്തെ സൂക്ഷിച്ചു വെച്ചവർ ഒരുപാടാണ്. സിനിമ റെഫർ ചെയ്തത് 2017 മലപ്പുറത്ത് നടന്ന സംഭവമാണ്. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഖത്തീബായി ജോലി ചെയ്തിരുന്ന സയ്യിദ് എന്നയാളിൻ്റെ മരണവും തുടർന്നുള്ള സംഭവങ്ങളും ഞെട്ടിക്കുന്നതാണ്. സുന്നി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സയ്യിദിൻ്റെ കുടുംബം സമൂഹത്തിൽ നിന്നും അകന്നു നിന്ന് ജീവിച്ചവരായിരുന്നു. 2 മാസത്തോളമായി സയ്യിദിനെ കാണാതെ വന്നപ്പോൾ അയൽക്കാർ അന്വേഷിച്ചു. കുടുംബം അവരോട് പറഞ്ഞത് സയ്യിദ് ഗൾഫിലാണെന്നായിരുന്നു. അയൽക്കാരുടെ വിവരണം അനുസരിച്ച് സയ്യിദിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത് സയ്യിദ്, ഭാര്യ, പഠനം ഉപേക്ഷിച്ച 2 പെൺകുട്ടികൾ, ഡിഗ്രി പഠനം കഴിഞ്ഞ 22 വയസ്സുള്ള ഒരു മകൻ എന്നിവരാണ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനായി മകനെ മാത്രമാണ് ആളുകൾ പലപ്പോഴും പുറത്തിറങ്ങി കണ്ടിട്ടുള്ളത്. സയ്യിദിൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ ഒരു കല്യാണം വിളിക്കാനായി വീട്ടിലേക്ക് എത്തിയതോടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത്. കല്യാണം വിളിക്കാൻ എത്തിയവരെ വീടിനകത്തേക്ക് കയറ്റുകയോ വാതിൽ തുറക്കുകയോ വീട്ടിലുള്ളവർ ചെയ്തില്ല. മൊത്തത്തിൽ കുടുംബാംഗങ്ങളുടെ പെരുമാറ്റത്തിലും ചുറ്റുപാടിലും ഉണ്ടായിരുന്ന ദുർഗന്ധത്തിലും സംശയം തോന്നിയ ബന്ധുക്കൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസിന് മുൻപിലും വാതിൽ തുറക്കാതെ വന്നപ്പോൾ വാതിൽ തകർത്ത് പോലീസ് അകത്ത് കയറുകയായിരുന്നു. അവർ കണ്ടത് അഴുകി തുടങ്ങിയ ഒരു ശവശരീരത്തിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന കുടുംബാംഗങ്ങളെയായിരുന്നു. പോലീസിൻ്റെ പ്രസ്താവന ഇങ്ങനെയാണ്: വാതിൽ തകർത്തകത്ത് കയറി, കുടുംബാംഗങ്ങളെ ഓരോ മുറികളിലായി തിരഞ്ഞു. ഒരു ബെഡ്റൂമിൽ അമ്മയും 3 മക്കളും നിലത്തിരിക്കുകയായിരുന്നു. അവർക്ക് നടുവിലായി ബെഡിൽ പൂർണ്ണമായും ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ച് എന്തോ ഉണ്ടായിരുന്നു. ബെഡിനടുത്തേക്ക് ചെല്ലും തോറും രൂക്ഷമായ ദുർഗന്ധം കൂടി വന്നിരുന്നു. ബെഡ്ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ കണ്ടത് ഒരു പുരുഷൻ്റെ അഴുകിയ മൃതദേഹമായിരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ അംശം വളരെ കുറവായിരുന്നു. എല്ലാം തന്നെ അഴുകി തീർന്നിരുന്നു. അസ്ഥികൾ കണ്ടു തുടങ്ങിയിരുന്നു. പോലീസ് വീടിനകത്ത് കയറിയപ്പോൾ ഒരു സാധാരണ വീട്ടിലെ കാഴ്ചകൾ തന്നെയാണ് കണ്ടത്. രാവിലത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. ഉച്ചഭക്ഷണം തയ്യാറായിരുന്നു. കൂടുതൽ സമയവും അവർ ചെലവഴിച്ചിരുന്നത് സയ്യിദിൻ്റെ ശവശരീരത്തിന് ചുറ്റുമായിരുന്നു. അഴുകി തുടങ്ങിയപ്പോഴാണ് ബെഡ്ഷീറ്റ് കൊണ്ട് മറച്ചത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്നും പ്രാർത്ഥനയിലൂടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നും അതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 2.5 മാസത്തോളമായി നടത്തുന്നത് എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ കുടുംബം ദുർമന്ത്രവാദങ്ങൾ നടത്തിയിരുന്നതായി നാട്ടുകാർ കരുതിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബവുമായി നാട്ടുകാർക്ക് കാര്യമായ അടുപ്പം ഉണ്ടായിരുന്നില്ല. സയ്യിദിനെ കാണാതായത് ആളുകൾ ശ്രദ്ധിക്കാത്തതിന് ഇതും ഒരു കാരണമായിരുന്നു. കുട്ടികളുടെ മൊഴികൾ അനുസരിച്ച് അവരുടെ അമ്മ 2 വർഷങ്ങൾക്ക് മുൻപ് ഒരു തീർത്ഥയാത്ര പോയിരുന്നു. തിരിച്ചു വന്നതിന് ശേഷം വീട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പെൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് നിർത്തി. പ്രമേഹ രോഗിയായിരുന്ന സയ്യിദിൻ്റെ മരുന്നുകൾ നിർത്തി പകരം വെള്ളം കൊടുത്തുകൊണ്ടുള്ള ചികിത്സ തുടങ്ങി. വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് പോലും കുറഞ്ഞു. വെള്ളിയാഴ്ചകളിലെ മതപ്രഭാഷണങ്ങൾക്ക് പോകുന്നതും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും മാത്രമായി പുറത്തേക്കുള്ള യാത്രകൾ നാട്ടുകാരെയും ബന്ധുക്കളെയും പോലും അകറ്റി നിർത്തിയിരുന്നു. ഡിയസ് ഇറയുടെ കഥയിലെ പ്രധാന ഭാഗങ്ങൾ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ്. യഥാർത്ഥ സംഭവത്തിൽ കുടുംബത്തിലെ അച്ഛനാണെങ്കിൽ സിനിമയിൽ മകൻ. 2 പേരെക്കുറിച്ചും അന്വേഷിക്കുമ്പോൾ അവർ ഗൾഫിലാണെന്ന് പറയും. ബെഡ്ഷീറ്റ് കൊണ്ട് മൂടി അടുത്തിരുന്ന് പ്രാർത്ഥന ചൊല്ലി ആവശ്യമുള്ളതെല്ലാം നൽകി സയ്യിദിൻ്റെ ജീവൻ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഫിലിപ്പിൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തുകയാണ് സിനിമയിൽ ചെയ്തത്. ഇനി ഇതിനെല്ലാം തലതൊട്ടപ്പനായ മറ്റൊരു സംഭവമുണ്ട്. ഡിയസ് ഇറയുടെ യഥാർത്ഥ സംഭവം അന്വേഷിച്ച് ചെന്നപ്പോൾ കണ്ടെത്തിയ സിമിലറായ മറ്റൊരു സംഭവം. കാൾ ടാൻസ്ലർ എന്ന ജർമ്മനിയിൽ ജനിച്ച് അമേരിക്കയിൽ റേഡിയോളജിസ്റ്റ് ആയിരുന്ന വ്യക്തിയുടെ കഥ. 1927 അമേരിക്കയിലെ കീ വെസ്റ്റിലെ US മറൈൻ ഹോസ്പിറ്റലിലെ റേഡിയോളജി ടെക്നീഷ്യനായിരുന്ന കാൾ ടാൻസ്ലറിൻ്റെ അടുത്തേക്ക് മെഡിക്കൽ എക്സാമിനേഷനായി മരിയ എലേന മിലാഗ്രോ ഡെ ഹോയോസ് എന്ന എലേന ഹോയോസ് എത്തുന്നു. ആദ്യ കാഴ്ചയിൽ തന്നെ കാളിന് എലേനയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പിന്നീട് കാൾ പറഞ്ഞിട്ടുണ്ട്. സുന്ദരിയായ കറുത്ത മുടിയുള്ള തൻ്റെ യഥാർത്ഥ പ്രണയിനിയായ ഒരു പെൺകുട്ടിയെ കാൾ കണ്ടെത്തുമെന്ന് കാളിൻ്റെ സ്വപ്നങ്ങളിൽ പൂർവികരുടെ ആത്മാക്കൾ പറഞ്ഞിരുന്നു അത്രേ. എലേനയെ കണ്ടപ്പോൾ കാളിന് തോന്നിയതും അതാണ്. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ എലേനയ്ക്ക് ട്യൂബർകുലോസിസ് ആണെന്ന് കണ്ടെത്തി. അന്നൊക്കെ TB വന്നാൽ മരണം ഉറപ്പായിരുന്നു. എലേനയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ കാൾ ചെയ്തു കൊടുത്തിരുന്നു. പക്ഷേ നാളുകൾക്ക് ശേഷം തൻ്റെ 22ാമത്തെ വയസ്സിൽ മാതാപിതാക്കളുടെ അടുത്ത് വെച്ച് എലേന മരണപ്പെട്ടു. അടക്കം ചെയ്ത കല്ലറയിൽ പൂക്കൾ വയ്ക്കുവാനും സന്ദർശിക്കുവാനും കാൾ അടുത്ത 2 വർഷങ്ങളോളം തുടർച്ചയായി പോയിരുന്നു. ആരും അറിയാതെ ഒരു ദിവസം കാൾ ഈ കല്ലറ തുറന്ന് എലേനയുടെ ശവശരീരവുമായി സ്വന്തം വീട്ടിലേക്ക് പോയി. കഴിഞ്ഞ 2 വർഷത്തോളം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാതെ അന്നേ ദിവസം ഇത് ചെയ്യാനുണ്ടായ കാരണമായി കാൾ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ പൂർവികരുടെ ആത്മാക്കൾ വന്നു പറഞ്ഞു, അവൾ കല്ലറയിൽ കിടക്കേണ്ടവളല്ല, നിൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണ്.
അതുകൊണ്ട് അവളെ ഞാൻ അവിടെ നിന്നും കൊണ്ടുപോന്നു. വീട്ടിലെത്തിയ കാൾ എലേനയുടെ ശവശരീരത്തെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിനായി പിയാനോയുടെ കമ്പികൾ ഉപയോഗിച്ച് അസ്ഥികളെ കെട്ടിവെച്ച് അസ്ഥികൂടം തയ്യാറാക്കി. ദ്രവിച്ചുപോയ ശരീരഭാഗങ്ങൾക്ക് പകരം മെഴുകും സിൽക്ക് തുണിയും കൊണ്ട് നിറച്ചു. ചില്ലുകൊണ്ടുള്ള കണ്ണുകൾ ഉണ്ടാക്കി. ശരീരത്തിലെ പൊള്ളയായ ഭാഗങ്ങളിൽ പഴന്തുണികൾ കൊണ്ട് നിറച്ചു. വിഗ് കൊണ്ട് തലമറച്ചു. വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ചു. രൂക്ഷമായ അഴുകിയ മണം ഇല്ലാതാക്കാൻ ഒരുപാട് പെർഫ്യൂമുകളും കെമിക്കലുകളും ഉപയോഗിച്ചു. തൻ്റെ കിടക്കയുടെ ഒരു ഭാഗത്ത് ഈ ശവശരീരം വെക്കുകയും ഇതിനോടൊപ്പം നൃത്തം ചെയ്യുകയും ഒക്കെ കാൾ ചെയ്തിരുന്നു. ഏതാണ്ട് 7 വർഷങ്ങൾക്ക് ശേഷം കാൾ ശവത്തിൻ്റെ ഒപ്പമാണ് ജീവിക്കുന്നത് എന്നുള്ള നാട്ടുകാരുടെ സംസാരം കേട്ട് എലേനയുടെ സഹോദരി കാളിൻ്റെ വീട്ടിലേക്കെത്തി. എലേനയുടെ രൂപത്തിൽ ശവശരീരം കണ്ടെത്തിയതോടെ ഈ രഹസ്യം പുറത്തായി. പിന്നീട് കാളിനെ സൈക്കാട്രിസ്റ്റ് ടെസ്റ്റുകൾ നടത്തുകയൊക്കെ ചെയ്തു. ശവക്കല്ലറ പൊളിച്ചതിനും ശവശരീരം അനുമതിയില്ലാതെ നീക്കം ചെയ്തതിനുമെതിരെ കേസെടുത്തു. കല്ലറ പൊളിച്ചതിനും അത് കണ്ടെത്താൻ 7 വർഷമെടുത്തതും പിന്നീട് വീണ്ടും കേസും കാര്യങ്ങളുമായി കാലം കുറേ നീങ്ങിപ്പോയതൊക്കെ കൊണ്ട് അവസാനം കാളിനെ കേസ് ഒഴിവാക്കി വെറുതെ വിടേണ്ടി വന്നു. പിന്നീട് 1947 കാൾ ടാൻസ്ലർ തന്നെ ദി സീക്രട്ട് ഓഫ് എലേനാസ് ടോംബ് എന്ന് പിന്നീട് അറിയപ്പെട്ട ഒരു ഓർമ്മക്കുറിപ്പ് എഴുതി പബ്ലിഷ് ചെയ്തിരുന്നു. ശവങ്ങളെ മറവ് ചെയ്യാതെ അവർ തിരിച്ചു വരുമെന്നും അവരുടെ ആത്മാവ് ചുറ്റുമുണ്ടെന്നും ഒക്കെയുള്ള ചിന്തയിൽ കാത്തു സൂക്ഷിക്കുന്നവരുടെ കഥകൾ ഒരേ സമയം ഭയപ്പെടുത്തുന്നതും സാമൂഹിക ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നവയുമാണ്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.